ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 30. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹി നിത്യ അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിത് അർഹസി. ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഹേ അർജുന, ജീവാത്മാവ് നാശരഹിതനാണ്. അതിനെ വധിക്കാൻ ആർക്കും കഴിയുകയില്ല. സകല ജീവരാശികളുടെയും സ്ഥിതി അതുതന്നെയാണ്. ഇവിടെ ഭീഷ്മ പിതാമഹനും ഗുരുവായ ദ്രോണാചാര്യരും വധിക്കപ്പെടുന്നതിലുള്ള ദുഃഖമാണ് അർജുനനെ മുഖ്യമായും അലട്ടുന്നത്. ആർക്കും ആത്മാവിനെ വധിക്കാൻ കഴിയുകയില്ല. അവരുടെ എന്നല്ല, സകല ജീവരാശികളുടെയും ഉള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നുണ്ട്. അതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. പിന്നെ ശരീരത്തെയാണ് വധിക്കുന്നത്. അത് ഭൗതിക പദാർത്ഥം മാത്രമാണ്. അർജുന, നീ വധിച്ചില്ലെങ്കിലും ഈ ശരീരങ്ങൾക്ക് നാശമുണ്ടാകുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹിംസയെ ഭഗവാൻ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഭഗവാന് ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. അതിനു വേണ്ടി വന്നാൽ ക്ഷത്രിയധർമ്മമനുസരിച്ച് പോരിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവനെ വധിക്കുന്നത് പാപമല്ല എന്ന് ഭഗവാൻ പറയുകയാണ്. യാഗത്തിനു വേണ്ടി മൃഗബലി നടത്തുന്ന ബ്രാഹ്മണനും പോരിൽ ശത്രുക്കളെ വധിക്കുന്ന ക്ഷത്രിയനും സ്വർഗം പ്രാപിക്കാൻ അർഹരായി ഭവിക്കുന്നു. യാഗത്തിൽ വധിക്കപ്പെടുന്ന മൃഗത്തിന് മെച്ചപ്പെട്ട മനുഷ്യ ജീവിതം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചാലും, അതായത് ദേഹം നശ്വരമാണ്, ദേഹി നിത്യനാണ് എന്നൊക്കെ പറഞ്ഞത് അംഗീകരിച്ചാലും പാർത്ഥന് ഒരു സംശയം വീണ്ടും ഉണ്ടായേക്കാം. ഭീഷ്മദ്രോണാദികളെ താൻ തന്നെ വധിക്കേണ്ട കാര്യമുണ്ടോ? ഈ സംശയത്തിന് തുടർന്നുള്ള 7 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് സമാധാനം നൽകുന്നു. ധർമാനുഷ്ഠാനം, കീർത്തി, ഈ 2 കാര്യങ്ങൾ ചിന്തിച്ചാലും പാർത്ഥന് പടക്കളത്തിൽ നിന്ന് പിന്തിരിയാനാവില്ല എന്ന് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നു. ഭാരത എന്ന് വിളിക്കുന്നത് ഇവിടെ അർജുനനെയാണ്. സർവസ്യ എല്ലാവരുടെയും, ദേഹേ ദേഹത്തിലുള്ള, അയം ദേഹി, നിത്യം എന്നെന്നും, തസ്മാത് അതുകൊണ്ട്, സർവാണി എല്ലാം, ഭൂതാനി ജീവജാലങ്ങളെക്കുറിച്ചും, ത്വം നീ, ശോചിതും ദുഃഖിക്കുന്നതിന്, ന അർഹസി അർഹനാകുന്നില്ല. ഹരേ കൃഷ്ണ.